ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് MLA അൻവർ സാദത്തിന്റെ ഹൃദയ പദ്ധതിയായ അമ്മക്കിളിക്കൂടിന്റെ 54ാമത് താക്കോൽദാന ചടങ്ങിലേക്കാണ്. കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ താമസക്കാരിയായ ആന്ധ്രാപ്രദേശ് സ്വദേശിയും അതുപോലെ തന്നെ ശാരീരിക വളർച്ചയില്ലാത്തതും വിധവയുമായ അലമേലുവിനും മകൾക്കും കൂടിയാണ് KC വേണുഗോപാൽ MP താക്കോല് കൈമാറുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഈ ഭവനം കിട്ടിയത് അലമേലു. എവിടെയാണ് ശരിക്കും സ്ഥലം? ശരിക്കും സ്ഥലമോ ആന്ധ്രാപ്രദേശും അനന്തപൂർ. എത്ര നാളുകളായി നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട്? കേരളത്തിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 30 വർഷമായിട്ടുണ്ടാവും. 30 വർഷമായി. 30 വർഷമായിട്ട് నేను ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ആന്ധ്രയിലേക്ക് പോവാണ് എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ മകൾ ജനിച്ചത് ഇവിടെ തന്നെ ജനിച്ചത്. അപ്പോൾ ആ മകൾക്ക് ഞാൻ ഇവിടെ മലയാളം പഠിപ്പിച്ച് എല്ലാം പഠിപ്പിച്ചിട്ട് എല്ലാം ഇത് ചെയ്തിട്ട് എനിക്ക് അവിടെ ആന്ധ്രാപ്രദേശിലേക്ക് പോവാന് ഇഷ്ടമില്ല. അൻവർ സാറോട, ബണ്ടി വിക്രം സാറോട, ജാൻഡി ഉമ്മൻ സാറോട, എല്ലാരോട ഈ വീട് സഭാസം സാറു, ഇവൻ ദാസു, ശംസീക്ക അവരെല്ലാവരും എനിക്ക് ഒരു 3 സെന്റ് സ്ഥലവും എനിക്ക് തന്നു. ലൈഫ് പദ്ധതിയായിട്ട് തന്നു. എത്ര കാലം വേണേ ജീവിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാപ്പോ. ഹസ്ബൻഡ് എത്ര നാൾ മുമ്പ് മരിച്ചത്? 3 വർഷമായി. 3 വർഷമായി ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. വന്നു. പുള്ളി ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഇവിടുത്തെ വന്നിട്ട് കല്യാണം കഴിച്ചു. ഈ പിള്ളേർ എനിക്ക് ജനിച്ചത് തമിഴ്നാട്ടിലെ എൻ്റെ ഹസ്ബൻഡിക്ക് സ്വന്തക്കാർ ഇല്ല. എൻ്റെ ഹസ്ബൻഡോടെ സ്വന്തം വീട് തമിഴ്നാട് നാദർകോവില്, കന്യാകുമാരി ഡിസ്ട്രിക്ട്. അപ്പൊ എൻ്റെ ഭർത്താവിക്ക് അച്ഛനില്ല, അമ്മയില്ല. ചേട്ടനുണ്ടായ ചേട്ടനെ വരച്ച് പിന്നെ ഞങ്ങളെ 3 പേര് മാത്രമേ ഉണ്ട്. ഇവിടെ ഞാൻ താമസിച്ച് ഈ ഏരിയ, ഈ എറണാകുളം ജില്ലയിലെ ഞാൻ താമസിച്ച് ഞാൻ ഇവിടെ എല്ലാ സഹോദരന്മാരും ഈ നാട്ടിലേക്ക് വന്നിട്ട് ഈ നാട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ട് പോവാനില്ല. ഇവിടെ തന്നെ എനിക്ക് സ്ഥിരമായിട്ട് ഈ ഭൂമിയിലെ ഞാൻ മരിക്കാനതിനെ ഇവിടെ തന്നെ, ജീവിക്കാനതിന് ഇവിടെ തന്നെ, എല്ലാം ഇവിടെ തന്നെ. എനിക്ക് അൻവർ സാറ് MLAക്ക് കൂടാതെ നന്ദി പറയാണ്. ആ സാറ് എന്നെ കയ്യ വെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മതലിന് കയ്യ വെട്ടിട്ടില്ല. എന്താണ് പഠിക്കുന്നത്? ഞാൻ IT പഠിക്കുന്നു. ഈ വീട് കിട്ടിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ നാടിനെ കുറിച്ചും ഇതുപോലെ അൻവർ സാദാണല്ലോ നമുക്ക് ഇത് ഓഫർ നൽകിയത്. അപ്പൊ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇതിക്ക് മുമ്പും വാടക വീട്ടിലെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ലീവ് കിട്ടുമ്പോഴും എനിക്ക് അധികം നാളിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാൻ ലീവ് എടുക്കുന്നത്. കഷ്ടപ്പെട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ കാരണം വെച്ചാൽ വാടക വീട് നിൽക്കുമ്പോഴേക്കും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ എത്ര നാളെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ സ്വന്തം വീടാണെന്ന് വെച്ചാൽ ലീവ് കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് തവണ നിൽക്കാം. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സ്വന്തം വീട് കിട്ടിയതിന്. അങ്ങനെ എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം ഇങ്ങനത്തെ വീട് തന്നതിനും പിന്നെ ഒരുപാട് സഹായിച്ചതിനും എൻ്റെ അമ്മേനെയും നിനക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലം തന്ന ആ സാറിനോടും സാറോട് ചേട്ടണ്ണ അവരെല്ലാവർക്കും നന്നായി വരട്ടെ എന്ന് പറയാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ വീടില്ലാത്ത, അതും നമ്മുടെ സംസ്ഥാനക്കാരിയും അല്ലാത്ത ഈ അലമേലുവിനാണ് ഇവർ ഈ വീട് വെച്ച് കൊടുത്തത്. അപ്പം നമുക്ക് ദൈവത്തിനോട് നന്ദി തന്നെയാണ് നമുക്ക് പറയേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാനും അലമേലു ഈ കറക്റ്റ് തന്നെ ഒരു സ്പോട്ടിലാണ് എത്തിപ്പെട്ടത്. നേരെ മറിച്ച് ഒരു സിറ്റിയിലൊക്കെയാണ് പോയെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു വീട് കിട്ടിയെന്ന് വരില്ല. കാരണം എല്ലാവരും കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ആളെ കണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങൾക്കൊരു വീട് കിട്ടാനും, കാരണം നമ്മുടെ നാട്ടുകാർക്ക് വരെ ഒരു വീട് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ അന്യ സംസ്ഥാന ഇവരായി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വീട് നമ്മുടെ നാട്ടുകാരൊക്കെ കൂടി സംഘടിപ്പിച്ച് കൊടുക്കുന്നത് അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടറിയണ ഒരു സംഭവം തന്നെയാണ്. അതും ഒരു മോള്, അച്ഛന് ഇല്ലാത്ത ഒരു മോളാണ്. അവള് നല്ലോണം പഠിക്കാൻ മിടുക്കിയ ആളാണ്. അപ്പൊ നല്ലൊരു ജോലിയും ഒക്കെ കിട്ടി നല്ലൊരു ഐശ്വര്യപൂർവമായ ഒരു ജീവിതം കാഴ്ചവെക്കട്ടെ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒക്കെ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു.